ദി ഗാഡ്ജറ്റ് എന്ന വിളിപ്പേരുള്ള ആദ്യത്തെ അണുബോംബ് 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിലെ അലമോഗോഡോയിലെ ട്രിനിറ്റി പരീക്ഷണ സ്ഥലത്ത് വിക്ഷേപിച്ചു. ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൻഹൈമറിന്റെ നേതൃത്വത്തിൽ വിക്ഷേപണം പുതിയൊരു യുഗത്തിന് തുടക്കമിട്ടു. ആണവയുഗം. എൻറിക്കോ ഫെർമി, റിച്ചാർഡ് ഫെയ്ൻമാൻ, നീൽസ് ബോർ എന്നിവരുൾപ്പെടെ അക്കാലത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര മനസ്സുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന മാൻഹാട്ടൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പരീക്ഷണം. 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ പരീക്ഷിച്ച ആദ്യത്തെ അണുബോംബ് പൊട്ടിത്തെറിച്ചതോടെ ലോകം ഒരു ആണവയുഗത്തിലേക്ക് പ്രവേശിച്ചു. ട്രിനിറ്റി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള അമേരിക്കയുടെ ഒരു വലിയ ശാസ്ത്രീയവും സൈനികവുമായ ശ്രമമായ മാൻഹാട്ടൻ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് 1945 ജൂലൈ 16 നടന്നു. ന്യൂ മെക്സിക്കോയിലെ അലമോഗോഡോ അമേരിക്ക ആദ്യത്തെ അണുബോംബ് വിജയകരമായി പരീക്ഷിച്ചു. ഇതോടെ ലോകം ഒരു ആണവ യുഗത്തിലേക്ക് പ്രവേശിച്ചു. ദി ഗാഡ്ജറ്റ് എന്ന വിളിപ്പേരുള്ള ആ ബോംബിൽ പ്ലൂട്ടോണിയം 239 ഉപയോഗിച്ചു. പുലർച്ചെ 5:29 പൊട്ടിത്തെറിച്ചു. സ്ഫോടനം നമ്മുടെ കണ്ണുകളിൽ അന്ധതയുണ്ടാക്കുന്ന തരത്തിലെ ഒരു മിന്നൽ പിണർ തന്നെ സൃഷ്ടിച്ചു. സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ഉയർന്ന താപനിലയിലെത്തിയ ഒരു അഗ്നിഗോളവും ആകാശത്തേക്ക് 7 മൈൽ, അതായത് 11 കിലോമീറ്ററോളം ഉയരത്തിൽ ഉയർന്നു വന്ന ഒരു കൂൺമേഘവും ഏകദേശം 21 കിലോ ടൺ TNTക്ക് തുല്യമായ ഊർജവും അത് ഉൽപ്പാദിപ്പിച്ചു. അനവധി ശാസ്ത്ര മനസ്സുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന മാൻഹാട്ടൻ പദ്ധതി വിജയകരമായ പരീക്ഷണമായിരുന്നു. ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ന്യൂക്ലിയർ ഫിഷൻ ആയുധമാക്കാൻ കഴിയുമെന്ന് സ്ഥിരീകരിച്ചു. സ്ഫോടനം കണ്ടതിനു ശേഷം ഓപ്പൻഹൈമർ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചു: ഞാനിപ്പോൾ മരണമായി ലോകങ്ങളുടെ വിനാശകനായി മാറിയിരിക്കുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും US അണുബോംബുകൾ വർഷിച്ചു. ഇത് ജപ്പാന്റെ കീഴടങ്ങലിലേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിലേക്കും നയിച്ചു. ഈ പരീക്ഷണം ആണവയുദ്ധത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ചു. മാത്രമല്ല, പതിറ്റാണ്ടുകളുടെ ആയുധ മത്സരങ്ങൾക്കും ശീതയുദ്ധ സംഘർഷങ്ങൾക്കും അത്തരം വിനാശകരമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ധാർമ്മിക ചർച്ചകൾക്കും കാരണമായി. 1939 തന്നെ സഖ്യകക്ഷികൾ ഒരു യുറേനിയം ബോംബ് പരീക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചിരുന്നു. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഭൗതിക ശാസ്ത്രജ്ഞനായ എൻറിക്കോ ഫെർമി കൊളംബിയ സർവകലാശാലയിലെ US നേവി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമായി സൈനിക ആവശ്യങ്ങൾക്കായി വിഘടിപ്പിക്കാവുന്ന വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതേ വർഷം തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹംഗേറിയൻ വംശജനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ലിയോ സിലാഡുമായി ഒരു കത്ത് തയ്യാറാക്കി പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് അയച്ചു. അനിയന്ത്രിതമായ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ അടിസ്ഥാനമാക്കി വൻതോതിലുള്ള നശീകരണ ആയുധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു ആ കത്ത്. 1940 ഫെബ്രുവരിയിൽ ഫെഡറൽ സർക്കാർ ഗവേഷണത്തിനായി ആകെ $6000 അനുവദിച്ചു. എന്നാൽ 1942 തുടക്കത്തിൽ അമേരിക്ക അച്ചുതണ്ട് ശക്തികളുമായി യുദ്ധത്തിലായപ്പോൾ ജർമ്മനി സ്വന്തം യുറേനിയം ബോംബിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഭയം വർദ്ധിച്ചതോടെ അമേരിക്കയുടെ യുദ്ധവകുപ്പ് കൂടുതൽ സജീവമായ താൽപ്പര്യം കാണിക്കുകയും പദ്ധതിക്കുള്ള വിഭവങ്ങളുടെ പരിധികൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഒരു എഞ്ചിനീയറായ ബ്രിഗേഡിയർ ജനറൽ ലെസ്ലി ആർ ഗ്രോസ് ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ മനസ്സുകളെ കൂട്ടിച്ചേർക്കുന്നതിനും യുദ്ധം നിർണായകമായ ഒരു അന്ത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു മാർഗമായി ആറ്റത്തിൻ്റെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തുന്നതിനുമുള്ള ഒരു പദ്ധതിയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. ഗവേഷണം ആരംഭിച്ച സ്ഥലം അതുകൊണ്ടാണ് മാൻഹാട്ടൻ പ്രോജക്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. സൈദ്ധാന്തിക പരിവേഷണത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലൂടെയും കടന്നുപോയി. ഏറ്റവും പ്രധാനമായി എൻറിക്കോ ഫെർമി ആദ്യത്തെ ഫിഷൻ ചെയിൻ റിയാക്ഷൻ വിജയകരമായി നടത്തിയ ചിക്കാഗോ സർവകലാശാലയിലൂടെയും. എന്നാൽ ന്യൂ മെക്സിക്കോയിലെ മരുഭൂമിയിലാണ് പദ്ധതി അന്തിമ രൂപം പ്രാപിച്ചത്. 1943 ഹാൻസ് ബെഥെ, എഡ്വേർഡ് ടെല്ലർ, ഫെർമി തുടങ്ങിയ മനസ്സുകൾക്കൊപ്പം ലോസ് അലോമോസിലെ ഒരു ലബോറട്ടറിയിൽ റോബർട്ട് ഓപ്പൻഹൈമർ പ്രോജക്റ്റ് Y സംവിധാനം ചെയ്യാൻ തുടങ്ങി. ഒരു ഡെലിവറി ചെയ്യാവുന്ന ഒരു ബോംബിന്റെ നിർമ്മാണവും നടന്നു. ഒടുവിൽ ജൂലൈ 16 രാവിലെ സാന്താഫെയിൽ നിന്ന് 120 മൈൽ തെക്കുള്ള ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ ആദ്യത്തെ അണുബോംബ് പൊട്ടിത്തെറിച്ചു.
15,000 മുതൽ 20,000 ടൺ TNTയുടെ വിനാശകരമായ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ കൂൺമേഘം വായുവിലേക്ക് 40,000 അടി ഉയരത്തിൽ വ്യാപിക്കുന്നത് നിരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞരും ഏതാനും വിശിഷ്ട വ്യക്തികളും 10,000 യാർഡ് അകലെ മാറി നിന്ന് കണ്ടു. ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ അത് സ്ഥാപിച്ചിരുന്ന ടവർ ബാഷ്പീകരിക്കപ്പെട്ടു പോയത്രേ. ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. ആരുടെ നേർക്കാണ് ആദ്യത്തെ അണുബോംബ് വർഷിക്കേണ്ടിയിരുന്നത്? ശരിക്കും ജർമ്മനിയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. പക്ഷെ ജർമ്മനി അതിനോടകം കീഴടങ്ങിയിരുന്നു. ശേഷിച്ച ഒരേ ഒരു യുദ്ധം ജപ്പാൻ മാത്രമായിരുന്നു ചെയ്തത്. ആ ദുർവിധി ജപ്പാൻ ഏറ്റുവാങ്ങി.